രേണുക മന്ത്രി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, ഇപ്പോൾ 8 പേര് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് വന്നത്. 13 ഒക്കെ പറയുന്നു. അങ്ങനെ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. 13 എന്ന് പറയുന്നതിൻ്റെ കണക്ക് ഇപ്പോൾ കുറേ പാർട്സ് ഉണ്ട്. ആ പാർട്സുകൾ ചേർത്ത് വെച്ച് ആരൊക്കെയാണെന്ന് സ്ഥിരീകരിക്കും. DNA ടെസ്റ്റ് നടത്തി. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ 13ഓളം വരാം എന്നുള്ള ആ കണക്ക് ശരിയാണ്. പക്ഷേ അതാരാണെന്ന് മനസ്സിലാക്കാതെ ഇത്ര പേര് നമ്മൾ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല. 8 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് 8 ഞാൻ സ്ഥിരീകരിച്ച് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ അവിടെ പോസ്റ്റ്മോർട്ടം തുടങ്ങി. ഞങ്ങളിപ്പോൾ ഫോറൻസിക്കിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം. ഈ സ്ഥലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ പോയിരുന്നു. സംഭവം ഉണ്ടായ സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. അവിടെ ഇപ്പോഴും ഒരു സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. ഏത് സമയത്തും ഒറ്റപ്പെട്ട സ്ഫോടനങ്ങൾ ഉണ്ടാകാവുന്ന അവസ്ഥ ഉണ്ടെന്നാണ് നിൽക്കുന്ന ഓഫീസേഴ്സ് എല്ലാം പറഞ്ഞത്. അതുകൊണ്ട് അകത്ത് കയറിപ്പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. പിന്നെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ സ്കൂബ ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ പരിശോധിക്കുകയും ചെയ്യും. മൊത്തം എത്ര പേരുണ്ടെന്നാണ് ഒരു നിഗമനം? 40 തന്നെയാണ്. ജോലിയിലുണ്ടായിരുന്ന ഒരു പയ്യൻ പറഞ്ഞ് ഞങ്ങൾ 42 പേരുണ്ടായിരുന്നതാണ് പറഞ്ഞത്. അതിലൊരു സ്ത്രീ നേരത്തെ ഇറങ്ങി ഓടിയതുണ്ട്, ഒരു പയ്യൻ നേരത്തെ ഇറങ്ങി ഓടി. അവരെല്ലാം ഞങ്ങൾ കണ്ടു. ആ ഓടിയവർക്ക് കൊച്ചു പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. കാലിനൊക്കെ അത് ചെറിയ പരിക്കുള്ളൂ, സാരമില്ല. അതുകൊണ്ടാണ് അവരുടെ ICUലൊന്നും കൊണ്ടുപോകാതിരിക്കുന്നത്. എന്തായാലും മിനിസ്റ്ററാണ് സംസാരിച്ചത്. എമ്മിലെ വലിയൊരു ദാരുണമായ സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം ഇതിനോട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏത് വിധത്തിലാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നമ്മുടെ ആ പറമ്പിൽ പൂർണ്ണമായിട്ടും പിന്നെ തീ അണച്ചിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ടൊക്കെ തന്നെ അവിടെ ചെറിയ അളവിലൊക്കെ പിന്നെ മിന്നുന്നുണ്ട്, ചില സ്പാർക്കുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഈ പറമ്പിന് ചുറ്റുമുള്ള കുളങ്ങൾ, കിണറുകൾ ഇപ്പോൾ സ്കൂബ സെറ്റ് പ്രത്യേകമായിട്ട് അത് പരിശോധിക്കുന്നുണ്ട്. ലൈറ്റ് ഇട്ട് ഈ പാഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങൾ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ രാവിലെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് മണത്ത് പിടിക്കാൻ കഴിയുന്ന ഡോഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കൊണ്ടുവന്നുള്ള പരിശോധന രാവിലെ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നേരത്തെ കൊടുത്തത്. ഏകദേശം 40ഓളം വരുന്ന പോലീസുകാരെ ഗാർഡായിട്ട് അതിന് ചുറ്റും തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അവിടെ തുടരുന്നുണ്ട്, തെരച്ചിൽ തുടരുന്നുണ്ട്. രാത്രിയും എന്തായാലും രാത്രിയിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ രാത്രിയിൽ ഈ സ്ഫോടനം നടന്ന ആ കോമ്പൗണ്ടിനകത്ത് സഞ്ചരിക്കുന്നത് കുറച്ച് വെളിച്ചത്തിൻ്റെ അല്ല, അത് എപ്പോഴും സ്പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം അവിടെ നീങ്ങാന്നുള്ളത് കൊണ്ടാണ്. കാരണം തിരയുന്നവരുടെ ജീവൻ കൂടി നമ്മൾ കാണണമല്ലോ. എന്താണ് പൊട്ടാതെ കിടക്കുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയാണ് അപ്പോൾ ഉള്ളത്. ഇപ്പോൾ കിണർ, കുളം, അതുപോലെ തന്നെ ചാലുകൾ, അവിടെയൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. കുളത്തിലിപ്പോൾ ആ സ്ക്യൂബ ടീം തന്നെ ഇറങ്ങി പരിശോധിക്കുന്നുണ്ട്. ആശുപത്രിയിലുള്ളവരുടെ ഒരു സാഹചര്യം നേരത്തെ പറഞ്ഞല്ലോ മിനിസ്റ്റർ, ആശുപത്രിയിൽ പൊതുവിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഡെത്തായവരുടെ സംഗതി കഴിഞ്ഞു. 2 പേര് വെന്റിലേറ്ററിലുണ്ട്, ബാക്കിയുള്ളവർ ബേൺസ് ICUവിനകത്ത് ട്രീറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഡോക്ടർമാരെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓടി രക്ഷപ്പെട്ടവരും ചെറിയ ചെറിയ പരിക്കുകളായിട്ട് ആശുപത്രിയിലുണ്ട്. ഈ കരാറുകാരൻ സതീഷിൻ്റെ അദ്ദേഹം പിന്നെ വെന്റിലേറ്ററിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും സ്ഥല MLA ആണ് പ്രതികരിച്ചത്. ആശുപത്രിയിലുള്ളവരുടെ 8 പേരുടെ മരണമാണ് മന്ത്രി സ്ഥിരീകരിച്ചത്. കാരണം ആദ്യം 13 എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് സ്ഥിരീകരിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. കാരണം പല പാർട്സുകളായിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ശരീരഭാഗങ്ങളായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് 13 പറഞ്ഞത്. എന്തായാലും മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും സ്ഥിരീകരിച്ചുള്ളൊരു കണക്കാണ് മന്ത്രി പറഞ്ഞത്. 8 പേരാണ് മരിച്ചിരിക്കുന്നത്. ICUവിൽ 10 പേരുണ്ട്, 2 പേർ വെന്റിലേറ്ററിലാണ്, 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇങ്ങനെയാണ് രേണുക ആശുപത്രിയിലുള്ളവരുടെ കണക്ക്. ഇപ്പോൾ മന്ത്രി P. രാജീവ് ആശുപത്രിക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിക്കുകയാണ്, ഈ പരിക്കേറ്റവരെയൊക്കെ സന്ദർശിക്കുകയാണ്. വലിയ ജനത്തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതിനിടയിൽ ഈ രക്ഷാപ്രവർത്തകരും ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് അറിഞ്ഞ് ഇത്രയും വലിയൊരു ദുരന്ത വാർത്ത അറിഞ്ഞ് ഓടിയെത്തിയവരുണ്ട്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ കൊണ്ടുവരുന്ന ആളുകളെ എത്രയും വേഗം ചികിത്സ ലഭിക്കാമോ അത്രയും വേഗം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനിടയിൽ 3 പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 3 പേരുടെ മരിച്ചവർ ആരൊക്കെയാണെന്നുള്ള വിവരം വരുന്നുണ്ട്. അതൊന്ന് സുദർശൻ, 54 വയസ്സാണ്, പഴയന്നൂർ, തൃശ്ശൂർ തന്നെ പഴയന്നൂർ സ്വദേശിയാണ്. രണ്ടാമത്തെ ആൾ വാസുദേവൻ, 54 വയസ്സാണ്, അത് കച്ചൂർ പാലക്കാട് സ്വദേശിയാണ്. മറ്റൊന്ന് 40 വയസ്സുള്ള സുവിൻ കുണ്ടന്നൂർ തൃശ്ശൂർ സ്വദേശിയാണ്. മുതുക്കാട്ടിൽ സുവിൻ. അങ്ങനെ 3 പേരെയാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഇനി തിരിച്ചറിയാൻ ഒരുപാട് പേരുണ്ട്. ഇനി
കാരണം നമുക്കറിയാം 42 ഇപ്പോൾ മന്ത്രി പറഞ്ഞതനുസരിച്ച് 42 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ ചിലരൊക്കെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടവരുണ്ട്, ചെറിയ പരിക്കുകൂട് ഉള്ളവരുണ്ട്. പക്ഷേ ഇനിയും ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. ഏകദേശം ഒരു 20ഓളം ആളുകളെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ശാലയ്ക്ക്, അതായത് ഈ പടക്ക നിർമ്മാണ ശാലയിലുണ്ടായ അപകടം, അവിടെ ഇപ്പോഴും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീ അണച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു തടസ്സം നേരിടുന്നു എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായി തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവിടെ സ്ഫോടനമുണ്ടാകാം. അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ എത്തുന്നവരുടെയും ജീവന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് അവിടെ പരിശോധനകൾ നടത്തുന്നത്. എത്രയും വേഗം ആളുകളെ അല്ലെങ്കിൽ ഈ ശരീരങ്ങൾ പുറത്തേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് മിനിസ്റ്റർ പറഞ്ഞത്. രാത്രി രക്ഷാപ്രവർത്തനം നടത്താനുള്ള സജ്ജീകരണങ്ങളുണ്ടോ? അതിനുള്ള നീക്കമുണ്ടോ? അപകട സാധ്യതയുണ്ട് എന്ന് MLA ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? രേണുക, എന്തായാലും പരിശോധന ആ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ അപ്പോഴും വെല്ലുവിളിയാകുന്നത് ഈ നിർമ്മാണ ശാലയിൽ ഇപ്പോഴും ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫയർഫോഴ്സിനോ രക്ഷാപ്രവർത്തകർക്കോ നാട്ടുകാർക്കോ ഒന്നും ആ ഏരിയയിലേക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളോട് ഇപ്പോൾ ശോഭ സുരേന്ദ്രനും കൂടി ചേരുന്നുണ്ട്. വലിയ ദാരുണമായ സംഭവം തന്നെയാണ്. നമ്മൾ എത്രയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തൃശ്ശൂർ പൂരം, അത് വലിയൊരു ദുരന്തത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പറയാൻ സാധിക്കാത്ത അത്രയും വലിയൊരു ദുരന്തം അത് സംഭവിച്ചു എന്നുള്ളത് അത്യന്തം വേദനയോടുകൂടിയാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായത് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതാണെങ്കിലും ശരി, തൃശ്ശൂർ ജില്ലയെ, കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയെ പിടിച്ചുലയ്ക്കുന്ന, എല്ലാ മനുഷ്യരെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുള്ള വലിയ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്ത് പ്രതികരിക്കണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനും നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെയൊക്കെ ജന്മനാടാണ്. വലിയ ദുഃഖമാണ്. ഈ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു? ഇല്ല, ഇപ്പം ഞങ്ങളെല്ലാവരും ചേർന്ന് അവിടെ പോകുന്നുണ്ട്. കുറച്ച് പേരവിടെ ഉണ്ട്. പക്ഷെ മെഡിക്കൽ കോളേജിലാണ് നിൽക്കുന്നത്. എന്തായാലും വലിയ വേദനയാണ്. കേരളം മുഴുവനും ആകെ സങ്കടക്കടലായിരിക്കുകയാണ്, ഞെട്ടിയിരിക്കുകയാണ് ഈ വാർത്ത കേട്ട്. നമ്മൾ തൃശ്ശൂർ പൂരത്തിനു വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്, ആ ഒരു ദിവസത്തിനു വേണ്ടി. അതിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളുമൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്രയും വലിയൊരു ദുരന്തം ആ നാടിനെ തേടിയെത്തിയത്. അപ്രതീക്ഷിതമായി, ഒട്ടും പ്രതീക്ഷിക്കാതെ വർഷങ്ങളായി അവിടെ ഈ പടക്കശാല ഉള്ളതാണ്. അവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതാണ്. പക്ഷേ ഇത്തവണ ഈ സംഭവിച്ചു എന്ന് പറയുന്നത് ഏറെ ഞെട്ടലോടുകൂടി തന്നെയാണ് കേരളം കേട്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.